കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. നമ്മൾ മനസ്സിൽ ചെയ്യാനാണ് പറയുന്നത്. 51 + 52 + 53 + 70. അപ്പോൾ അത് 50+1 ആണ്. ഇതെന്തായി മാറി? 50+2. ഇതോ 50+3. അപ്പോൾ ഇത് എത്രയായിട്ട് മാറി ഉണ്ടാവും? 50+20 ആയി ഉണ്ടാവും. അപ്പോൾ എത്ര 50 ഉണ്ട് ഇവിടെ? How many 50 is there? 20 50 ഉണ്ട്. അപ്പോൾ വി ക്യാൻ റൈറ്റ് 20 × 50. പിന്നെ എന്താ ആഡ് ചെയ്യണം? 1 2 3 up to 20 ആഡ് ചെയ്യണം. അതായത് 1 + 2 + 3 + up to 20 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 20 × 50 is what? 1000 പ്ലസ് ഇതെന്താണ് റിസൾട്ട്? 20 × 21/2 ആണ്. നമ്മൾ 20 വരെ ആഡ് ചെയ്യാൻ 20 × 21/2. ക്യാൻസൽ 10 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 പ്ലസ് this is 210. The result is what? 1210. 1210 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 1/2 + 2 1/2 എക്സെട്ര 12 1/2 ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിതിനെ 1/2 എന്ത് കണക്കാക്കാം? 1 + 1/2 ആണ്. 2 1/2 is 2 + 1/2 എക്സെട്ര 12 1/2 is 12 + 1/2. അപ്പോൾ ഇതിലും എന്ത് ചെയ്യണം? 1 + 2 up to 12 ആഡ് ചെയ്യണം. 1 + 2 + 3 4 up to 12 വരെ ഉണ്ട്. പ്ലസ് പിന്നെ സം ഹാഫ് ഈസ് ദർ. ഇവിടെ ഒരു ഹാഫ്, ഇവിടെ എത്തുമ്പോഴേക്ക് 2 ഹാഫായി, ഇവിടെ എത്തുമ്പോഴേക്ക് എത്ര ഹാഫായി? 12 ഹാഫായി. അപ്പോൾ ദിസ് ആൻസർ ഈസ് 12 × half. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ദിസ് ഈസ് 12 × 13/2 പ്ലസ് 12 half ഈസ് വാട്ട്? 12 half ഈസ് 6. ദറ്റ് ഈസ് 12 × 13/2 ക്യാൻസൽ ചെയ്യുക. ദറ്റ് ഈസ് 6. 6 × 13 ഈസ് 78 പ്ലസ് 6 ഈസ് ഈക്വൽ ടു വാട്ട്? 84 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? ഹാഫ് + 1 + 1 1/2 + 2 + 2 1/2 + 12 1/2. ദറ്റ് ഈസ് ഹിയർ 1 1/2 + 2 1/2 + എക്സെട്ര 12 1/2. ഈ 1 1/2 2 1/2 എക്സെട്ര ആഡ് ചെയ്താണ് നേരെ മേലുള്ളത്. ദറ്റ് ഈസ് നമുക്ക് കിട്ടിയ 84 ആണ്. ദ റിസൾട്ട് ഈസ് 84 പ്ലസ് ഇനി എന്താ ഇവിടെ ഉള്ളത്? 1 + 2 up to 1 + 2 up to ഏതുവരെ ഉണ്ട്? 12ൻ്റെ അപ്പുറത്ത് 12 ഉണ്ടായിരിക്കും. 2ൻ്റെ അപ്പുറത്ത് 2 ഉണ്ട്. 1ൻ്റെ അപ്പുറത്ത് 1 ഉണ്ട്. 12ൻ്റെ അടുത്ത് 2 ഉണ്ട്. 12 വരെ ആഡ് ചെയ്യണം. പ്ലസ് എക്സ്ട്രാ എന്തുണ്ട് ഇവിടെ? ഈ ഹാഫും കൂടി ഉണ്ട്. ദറ്റ് ഈസ് ഹാഫ്. ദറ്റ് ഈസ് ഈക്വൽ ടു 84 പ്ലസ് ഈ 12 വരെ ആഡ് ചെയ്തു. നേരത്തെ ആഡ് ചെയ്തു നമ്മൾ. 12 × 13/2 6 × 13 കിട്ടി. ദറ്റ് ഈസ് 78 കിട്ടി. പ്ലസ് വാട്ട്? 1/2. ദറ്റ് ഈസ് 84 പ്ലസ് 78 പ്ലസ് 1/2 ഈസ് 162.5 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1/101 പ്ലസ് 3/101 5/101 എക്സെട്ര 201/101 ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ റിസൾട്ട് എന്താ? 1ഉം 3 ആഡ് ചെയ്യണം. 4/101. ഇത് കൂടുമ്പോൾ 1 + 3 + 5 ഈസ് 9/101. അതായത് റിസൾട്ട് തന്നെ 1 + 3 + 5 + എക്സെട്ര 201 ബൈ ടോട്ടൽ 101 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ്. എത്ര ഓഡ് നമ്പർ ഉണ്ട്? ഇവിടെ എത്തുമ്പോഴേക്ക് 2 ഓഡ് നമ്പർ, ഇവിടെ എത്തുമ്പോഴേക്ക് 3 ഓഡ് നമ്പർ. അതായത് 201 എത്തുമ്പോഴേക്ക് 200 വരെ നോക്കുകയാണെങ്കിൽ 100 ഓഡ് നമ്പറും 100 ഈവൻ നമ്പറും ഉണ്ടാവും. 201 എന്തായി മാറി? ഓഡ് നമ്പറാണ്. അപ്പോൾ 100 ഓഡ് നമ്പർ അല്ല ഇതിലുണ്ടാവുക, 101 ഓഡ് നമ്പർ ഉണ്ടാവും. അപ്പോൾ സം എന്താണ്? 101ൻ്റെ സ്ക്വയർ ആണ് ബൈ 101. n ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്കറിയാം. ദറ്റ് ഈസ് വാട്ട്? n². ദ റിസൾട്ട് ഈസ് 101 സ്ക്വയർ ബൈ 101 എന്ന റിസൾട്ട് എന്ത് വരും? ദ റിസൾട്ട് ഈസ് 101 എന്ന് കിട്ടും. അതിൻ്റെ റിസൾട്ട് 101 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ്
first 25 terms of each of the arithmetic sequence given below. 25 ടേംസിൻ്റെ സമ്മ് 11, 22, 33 മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 11 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇക്വേഷൻ SN is equal to ഹാഫ് ഇൻറ്റു ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണോ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് 11 ഇൻറ്റു n ഇൻറ്റു n+1 ചെയ്താൽ മതി. ഇപ്പം 12ൻ്റെ മൾട്ടിപ്പിൾ ആണ് 12 എഴുതുക. ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 5 എഴുതിയാൽ മതി. ദെൻ ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു n ഈസ് 25 ടേംസിൻ്റെ പറയുന്നത് 25 ഇൻറ്റു n+1 ഈസ് 26. 2ഉം 26ഉം കട്ട് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 13. 11 ഇൻറ്റു 13 142 ടു 143. 11 ഇൻറ്റു 13 143 ടു 143 ഇൻറ്റു 25. അതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം 143 ഇൻറ്റു 100/4 എന്ന് എഴുതാം 25ന്. അപ്പോൾ 14300/4 കിട്ടും. ഇത് ഇതിൻ്റെ ഹാഫിൻ്റെ ഹാഫ്. ഇതിൻ്റെ ഹാഫ് എത്ര 7150 ഹാഫ് ബൈ 2. ദെൻ 3575 കിട്ടും. 3575 3575 എന്നുള്ള ആൻസർ കിട്ടും. ആൻസർ ഈസ് 3575. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ് 12, 23, 34. അപ്പോൾ ഇത് നോക്കൂ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ 11 ഉള്ളത് 12 ആയി, 22 ഉള്ളത് 23 ആയി, 33 ഉള്ളത് 34 ആയി. അപ്പോൾ ഇതിനേക്കാൾ ഇവിടേക്ക് ഒന്നുകൂടി, ഇവിടേക്ക് ഒന്നുകൂടി, ഇവിടേക്ക് ഒന്നുകൂടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, നേരത്തെ കിട്ടി 3575 പ്ലസ് ഓരോന്നിലും 1 ഇൻക്രീസ് ആയി. എത്ര 1 ഇൻക്രീസ് ആവും? അപ്പോൾ 25 ടേംസ് ആകുമ്പോൾ 25 1 ഇൻക്രീസ് ആവും. അപ്പോൾ ഇൻക്രീസ് വരെ 25 ആണ്. ദ റിസൾട്ട് ഈസ് 3600 എന്നുള്ള റിസൾട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിക്ക് ഇവിടുന്ന് ഇൻക്രീസ് നോക്കുകയാണെങ്കിൽ 12 + 9 21, 23 + 9 32, 34 + 9 43. അതായത് ഈ ആൻസർ 3600 ആണ്. പ്ലസ് 25 9 ആഡ് ചെയ്തു, 25 9, 3600 കൂടെ 25 9. അപ്പോൾ 3600 പ്ലസ് 25 9 ദാറ്റ് ഈസ് 225 കിട്ടും. 225. ദ റിസൾട്ട് ഈസ് 3825 കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇത് ഈ സീക്വൻസും ആയിട്ട് ഇതിനൊരു കമ്പാരിസൺ ഇല്ല. ഈ സീക്വൻസും ആയിട്ട് എന്തല്ല ഒരു കമ്പാരിസൺ. ഇതൊക്കെ ഒരു കോമൺ ഡിഫറൻസ് ആണ്. 11 11 22, 12 11 23, 21 11 32. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റിയത്. ഇത് കമ്പാരിസൺ ഇല്ല. ഇതിന് നമ്മൾ ഉപയോഗിക്കണം ഇക്വേഷൻ xn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 + xn ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇപ്പോൾ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം x1 പ്ലസ് ലാസ്റ്റ് ടേം x25 ആണ്, 25th ടേം. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എഴുതാം n ഈസ് 25. n എത്രയാണ് 25/2 ഇൻറ്റു x1 ഈസ് വാട്ട് 19, x25 എന്ന് പറയുന്നത് x25നെ നമുക്ക് എന്ത് എഴുതാം x1 + 24d എന്ന് എഴുതിക്കാം. അപ്പോൾ 25/2 ഇൻറ്റു 19 പ്ലസ് x1 എന്താണ് 19, 24 ഇൻറ്റു d എത്രയാണ് d 19 9 28. 24 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം 19 9 28. 24 ഇൻറ്റു 9 എന്ന് എഴുതാം. 24 ഇൻറ്റു ദറ്റ് ഈസ് 9. ദെൻ 25/2 ഇൻറ്റു 19 + 19.
ഈസ് 219 പ്ലസ് 24 ഇൻറ്റു 9. ഇപ്പോൾ ഈ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടാം. 25 ഇൻറ്റു 219 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 19 കിട്ടും. 24 9 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 12 9 ആയി മാറും. ദാറ്റ് ഈസ് 25 ഇൻറ്റു 19 പ്ലസ് 12 ഇൻറ്റു 9, 19 പ്ലസ് 12 ഇൻറ്റു 9. 12 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 9 to 10 90 to 18, ദാറ്റ് ഈസ് 108 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 19 പ്ലസ് 108 127 വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 100/4 ഇൻറ്റു 127 എഴുതാം. 100/4 ഇൻറ്റു 127 എന്ന് പറയുമ്പോൾ 12,700/4. ഇതിൻ്റെ ഹാഫിൻ്റെ ഹാഫ്, ഇതിൻ്റെ ഹാഫ് എത്ര, 6,350/4. 600 350ൻ്റെ ഹാഫ് എത്രയാണ്, 375. 3175. That is the answer.